വെടിനിർത്തൽ മാത്രം പോരാ, യുദ്ധനഷ്ടങ്ങൾക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യവുമായി ഇറാൻ. താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യുദ്ധനഷ്ടങ്ങൾക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകണമെന്ന കർശനമായ ആവശ്യവുമായിട്ടാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങൾക്കുണ്ടായ സാമ്പത്തികവും ഭൗതികവുമായ തകർച്ചകൾക്ക് പരിഹാരം വേണമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പാസാക്കുന്ന പ്രമേയത്തിൽ ഈ നിബന്ധനകൾ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. യുദ്ധ സാഹചര്യങ്ങളിൽ എത്തിച്ചേരുന്ന ഏതൊരു കരാറും വെറുമൊരു വാക്കിലൊതുങ്ങാതെ അന്താരാഷ്ട്ര തലത്തിൽ നിയമസാധുതയുള്ളതാകണമെന്നും ഇറാൻ ഊന്നി പറയുന്നുണ്ട്. ദീർഘകാലം നിലനിൽക്കുന്നതും ലോകരാജ്യങ്ങൾക്ക് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ളതുമായ ഒരു സമാധാന കരാറാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് അവർ വ്യക്തമാക്കി. കേവലമായ ഒരു ഉടമ്പടി എന്നതിലുപരി കൃത്യമായ നിബന്ധനകളുള്ള ഒരു കരാറിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്ന നിലപാടിലാണ് ഇറാൻ. ഒരു താൽക്കാലിക വെടിനിർത്തലിനപ്പുറം സംഘർഷത്തിന്റെ പരിണിത ഫലങ്ങളെ ഘടനാപരമായ ഒരു ആഗോള കരാറാക്കി മാറ്റാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. മേഖലയിൽ സ്ഥിരമായ സമാധാനം ഉറപ്പാക്കാനും ഭാവിയിൽ ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാനും അന്താരാഷ്ട്ര ഗ്യാരണ്ടിയുള്ള ഈ വ്യവസ്ഥകൾ അനിവാര്യമാണെന്ന് അവർ കരുതുന്നു. ഇതോടെ വരാനിരിക്കുന്ന സമാധാന ചർച്ചകളിൽ ഈ നഷ്ടപരിഹാര പാക്കേജ് ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ ധാരണയെ പിന്തുണയ്ക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കരാറിന്റെ ആനുകൂല്യം ലെബനന് ലഭിക്കില്ലെന്ന് അദ്ദേഹം കർശനമായും വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആദ്യ ഔദ്യോഗിക പ്രതികരണമാണിത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകുകയും ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കൂ എന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. മേഖലയിൽ ഇറാൻ ഉയർത്തുന്ന ആണവ മിസൈൽ ഭീകര ഭീഷണികൾ അവസാനിപ്പിക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളെ ഇസ്രായേൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. ചർച്ചകളിലൂടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും ഈ വെടിനിർത്തൽ ഉടമ്പടി ലെബനനിലെ സൈനിക നടപടികളെ ബാധിക്കില്ലെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ലെബനനിലും ബാധകമാണെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയെ തള്ളുന്നതാണ് ഇസ്രായേലിന്റെ പുതിയ നിലപാട്. ലെബനനിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ പ്രധാന ഉപാധിയായിരുന്നെങ്കിലും ഇസ്രായേൽ അതിനോട് അനുകൂലമായല്ല പ്രതികരിക്കുന്നത്. ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം തുടരുന്നതിനിടെ പുറത്തുവന്ന ഈ പ്രതികരണം മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ ഇതിനോടകം 1530 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട ഈ ധാരണ പ്രകാരം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ഉടൻ തുറന്നു കൊടുക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. ലോകം വലിയൊരു യുദ്ധഭീതിയിൽ നിൽക്കെ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നു കൊണ്ടുവന്ന ഈ പ്രഖ്യാപനം രാജ്യാന്തര തലത്തിൽ വലിയ ആശ്വാസമാണ് പകരുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അഭ്യർത്ഥനയും ചർച്ചകൾക്കായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് വെടിനിർത്തൽ കരാറിനായുള്ള ഈ തീരുമാനമെന്ന് ഇറാൻ വ്യക്തമാക്കി. 2 ആഴ്ചത്തെ ഈ വെടിനിർത്തൽ കാലയളവിനുള്ളിൽ സായുധ സേനയുടെ ഏകോപനത്തിലൂടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും സുരക്ഷിതമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.